ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ കിട്ടുകയാണെങ്കിൽ കളയാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോസാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഗ്ലാസ് വാങ്ങിയിരുന്നു. അതിൻ്റെ തെർമോക്കോൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വിത്ത് നടാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല പൊടി മണ്ണും മണലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു എന്താ പറയുക മുളക് നമ്മൾ പച്ചക്കറി വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം നല്ല കളറൊക്കെ തോന്നിയപ്പോൾ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വിത്തൊക്കെ പാവിയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ചെറുതായി മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി മുളച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ചീരയുടെ വിത്തും കൂടി പാവി എടുക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് ഒരു ഉല്ലാസം തന്നെയാണ് കേട്ടോ. മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പോവാനും, അതുപോലെ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മൾ ആ വിത്ത് പാവിയത് എന്തായി അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല നല്ല മെസ്സേജ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മണ്ണിനോട് എത്രത്തോളം നമ്മൾ മണ്ണിൽ ഓരോന്ന് ചെയ്യുന്നുണ്ടോ അത്രയും സന്തോഷമാണ്. അതിനു വേണ്ടി ഇന്ന് രാവിലെ കുറച്ച് കരിയില കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ച് വാരിയപ്പോൾ കിട്ടിയ കരിയിലാണ്. അത് എല്ലാം 1-2 പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഒരു 3/4 പാത്രം നമ്മൾ കരിയില ഇട്ട് കൊടുത്തിരിക്കണേ. അതിന് ശേഷം ഇതുപോലെ മണ്ണും മണലും ചേർത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ചീരവിത്ത് പാവിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയുടെ വിത്തും കൂടെ മുളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക്കാൻ തുടങ്ങുമ്പോൾ ഇനി ചെറുതായി തെളിച്ച് മാത്രമേ കൊടുക്കാവൂ. ഇന്ന് കുറച്ച് മണ്ണൊക്കെ നനഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ദിവസവും ഒന്ന് തെളിച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. തണലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പയറും നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുമ്പ് മുളകിൻ്റെ വിത്തുകൾ കിട്ടിയിരുന്നു, അതും ഒന്ന് പാവി എടുത്തിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാത്രത്തിലേക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കാം. കെമിക്കലൊന്നും ഇല്ലാത്ത പച്ചക്കറി ഉണ്ടാക്കാൻ നമ്മൾ വേനൽക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.